ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. കോങ്ങാട് ചല്ലിക്കൽ താഴത്തെ മമ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഒന്നാം ഭാഗം ഞങ്ങൾ ഭക്തർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഭാഗവത പാരായണവും കൈകൊട്ടിക്കളിയും നിങ്ങൾക്ക് കാണാം. ഹരി ഓം. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഭൂമി ഭരിച്ച അല്ലെങ്കിൽ 7 ലോകങ്ങളും ഭരിച്ചിട്ടുള്ള അസുരന്മാരോ മനുഷ്യന്മാരോ രാജാക്കന്മാരോ ആയിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്ന് ഒന്നും അവശേഷിപ്പിച്ചിട്ടല്ല. അവരുടെ പേര് മാത്രം ഇന്ന് ആൾക്കാർ ഓർമ്മിക്കുന്നു മാത്രം. കഥാവിശേഷാത്കാരേണ അപ്പൊ ചോദിക്കുകയാണ്, കലിയുഗത്തിൽ ഇത്രയധികം ദുരിതങ്ങളുണ്ടെങ്കിൽ ഈ കലിയുഗത്തില് ഞാൻ ഈ കലിയുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കലിയുഗത്തിലെ ദുരിതങ്ങളെ അതിജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കേനോപായന ഭഗവാൻ കലദോഷാൻ കലൗ ജനാഹ. അതിന് എനിക്ക് മാത്രമല്ല, ഈ വരുന്ന ജനങ്ങൾക്ക് മുഴുവൻ അതിനൊരു വഴി കാണിച്ചു തരാം. വിധമിഷ്യന്തു വനിതാമിഷ്ടമേ ദ്രുതിയഥാമനെ പ്രളയകൽപ്പയോ. അത് കഴിഞ്ഞ് ഈ ചതുർയുഗങ്ങൾ എന്തൊക്കെയാണ്? ഇടയിലുള്ള ഓരോ ചതുർയുഗം കഴിഞ്ഞാലും പ്രളയമുണ്ട്. അതേപോലെ ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് കഴിഞ്ഞ് ഉറക്കം തുടങ്ങിയാൽ വീണ്ടും പ്രളയമുണ്ട്. ബ്രഹ്മാവിന്റെ ഏതാണ്ട് പകുതി ആഴ്ച തീർന്നിരിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാനോടുകൂടി ലയിക്കുന്നതോടുകൂടി ആത്യന്തികമായിട്ടുള്ള പ്രളയമാണ്. ഇതിനെ കുറിച്ചൊക്കെ അപ്പൊ എത്ര തരത്തിലുള്ള പ്രളയമുണ്ട്? ദിവസേന പ്രളയമുണ്ട്. പ്രളയം എന്ന് പറഞ്ഞ പ്രകർഷകനെ ലയിക്കുന്നത് പ്രത്യേക രീതിയിലെല്ലാം നമ്മുടെ ശരീരവും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഓരോ നിമിഷത്തിലും ഓരോ അണുക്കൾ ഉണ്ടാവുന്നുണ്ട്, മറ്റു ചില അണുക്കൾ നശിക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞാൽ ചില അവയവങ്ങൾ നശിക്കുന്നുണ്ട്, അവസാനം മുഴുവൻ ലയം. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മാണ്ടത്തിന്റെ കണക്കും. അപ്പൊ അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ സുഖബ്രഹ്മർഷികൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീശുകുവായിക്കൃതേ പ്രവർത്തകർമ്മ സത്യം ദയാളമോദാനി പദപാദ വിഭോ നൃപ സത്യം ദയാ തപസ്സ ജാനം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ധർമ്മത്തിനുള്ളത്. അത് ഓരോ യുഗം കഴിയുമ്പോഴും ഓരോ കാര്യങ്ങളായിട്ട് ഇല്ലാതെ അവസാനം സത്യം മാത്രം ബാക്കിയാവും. ഓരോ യുഗത്തിലും ആൾക്കാർ എങ്ങനെയായിരിക്കും? സത്യയുഗത്തിൽ എല്ലാവരും ആത്മാരാമന്മാര് ഒക്കെ സാത്വികന്മാരായിരിക്കും. ഇതൊക്കെ കുറേശ്ശെയായിട്ട് ഇല്ലാതെ ധ്യാനം തപസ് ഇതൊക്കെ കുറഞ്ഞു വരും. ഏതത്തിനോ മഹാതാര സ്വാധ്യായ അധ്യായനീരതാഹ ആധ്യാത്മിനോ കലൗധർമ്മഹേതൂനാം തുര്യോം തുര്യാം ചോധർമ്മഹേ ഏതമാനേ ശ്രീമാണോക്യന്തേ സോമി വിനക്തിഹി തസ്മില്ലുബ്ധാവിരാജാരാധൃതയാ സുഖവൈരിണ ശൂദ്രന്മാരുടെ ദാസന്മാരായിരുന്നെങ്കിലും സാത്വികന്മാരായിട്ടുള്ളവരൊക്കെ ആദ്യത്തെ സത്യയുഗത്തിലെ തപസ്സ തുടങ്ങിയിട്ടുള്ളവർ ചെയ്ത് ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുക യാതൊരു വിഷമമില്ലാതെ സുഖമായിട്ട് കഴിഞ്ഞു.
പിന്നീട് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനെ ആരാധിക്കൽ വരും. യഥാ ആയാനുസംതന്ത്രാ ശോഭമോഹഭയം ദൈന്യം സൈതാം സംസ്കൃത പുത്രഭാഗ്യ ആസനാഹ കാമ്യോദർപ്പിത്തഹീനശ്ച സ്വൈന്യത്രാത്രിയോ സഖീഃ ജനപദാദേവാഹ പാഖണ്ഡദൂഷിതാഃ രാജാനശ്ച പ്രജാഭക്താഃ രാജാക്കന്മാരൊക്കെ പ്രജകളെ ഭക്ഷിക്കുന്നവരായിരിക്കും. ശിഷ്ണോദരപദാത്യാഃ ബ്രാഹ്മണരൊക്കെ വെറും വയറിനെ മാത്രം ആസ്പദമാക്കിയിട്ട് ജീവിക്കുന്നവരായിരിക്കും. ഉയരം കുറഞ്ഞു കുറഞ്ഞു വരും ഓരോ കാലം കഴിയുന്നതിനനുസരിച്ചിട്ട്. പഴയ കാലത്ത് ആൾക്കാരുടെ ഉയരൊന്നുമില്ല. എപ്പോ ഉയരം കുറഞ്ഞു വരും, ധാരാളം ഭക്ഷിക്കുന്നവരാവും. അത് വേണ്ടത്തിൽ ദഹിക്കില്ല എന്നൊക്കെ ഓരോരോ രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുള്ള കാലമായിരിക്കുന്നതാണ്. പണയിഷ്യന്തി വൈ ക്ഷുദ്രാഃ വിരാളഃ പുണ്ഡകാരിണഃ നാവത്യന്തി വാർത്താം യച്ഛന്തി ദ്രവ്യം. തന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീകളായിരിക്കും. അതേപോലെ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരായിരിക്കും. അപ്യഖിലോത്തമം ഭൃത്യന്മാര് തന്റെ യജമാനന്മാരെ പറ്റിക്കും, അസത്യം പറഞ്ഞിട്ടും ഓരോരോ കാപട്യം ചെയ്തുകൊണ്ട് അവരെ ദ്രോഹിക്കുന്നു. കൃത്യവിവരണം പറയാം. ഹലോ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അച്ഛൻ മകനായിട്ടുള്ള ബന്ധം കുറയും, സഹോദരന്മാര് തമ്മിലുള്ള ബന്ധം കുറയും, പത്നി ഭർത്താക്കന്മാരെ ഭാര്യമാരായിട്ടുള്ള ബന്ധം കുറയും, പുത്രന്മാരായിട്ടുള്ള ബന്ധം കുറയും, പുത്രന്മാരുടെ അച്ഛനോടുള്ള ബന്ധം കുറയും. ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് അവനവന്റെ ഒറ്റ കാര്യം മാത്രമായിട്ട് ജീവിതം തുടങ്ങുന്നതാണ്. ശൂദ്രന്മാര് എന്ന് പറഞ്ഞാൽ ഓരോരോ ജോലികൾ ചെയ്യുന്നവരെയാണ് ശൂദ്രന്മാരെന്ന് പറയുന്നത്. രാജ്യം ഭരിക്കുന്നവരെ ക്ഷത്രിയരെ എന്ന് പറയും. അത് ആരായാലും വിരോധമില്ല. അതേപോലെ കച്ചവടാദികൾ ചെയ്യുന്നവരെ വൈശ്യന്മാരാണ്. അപ്പൊ ഈ ശൂദ്രപ്രാപ്തികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാവരും പറ്റിക്കാനായിട്ട് വേഷം കെട്ടി, സന്യാസിമാരുടെയും ഓരോരോ അവതാരങ്ങളിലേക്ക് വേഷം കെട്ടി ലോകത്തിലെ ആൾക്കാരെ മുഴുവൻ പറ്റിച്ച ധനം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. തപോ വേഷോപജീവിന ധർമ്മം ഭക്ഷ്യന്തി അധർമ്മജ്ഞ. അവരൊക്കെ ധർമ്മം പറയും, അധർമ്മം ചെയ്യും. പറയുന്നതൊക്കെ ധർമ്മമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കും. അവനും ചെയ്യുന്നതോ അധർമ്മമായിരിക്കും ചെയ്യും. അധിനിത്യോത്തമാസനം നിത്യമുത്വിക്രമനത്തോ നിരന്യേ വാസോന്നപാന ശയനജപായ സ്നാനഭൂഷണൈഃ നാമധേയം, ഭഗവാന്റെ ആ നാമം സദാസമയവും നമ്മൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഒരു നാമം ഈ ഒരു നിമിഷം ജപിച്ചാൽ ഈ സമയത്ത് നമുക്ക് ആപത്ത് വരില്ല. അങ്ങനെ വിചാരിച്ചു കൊണ്ട് വേണം കലിയുഗത്തിൽ ഓരോ സമയത്തും ജപിക്കാൻ. ജപിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ സ്മരിക്കാത്ത സമയത്ത് നമ്മൾ ഏത് ആപത്ത് വേണമെച്ചാൽ വന്ന് പിടിപെടാം. അതാണ് ഏതൽക്കലൻവാദിശോ ഗൃഹൻകുമാൻ വിമുക്തകർമാർഗള ഉത്തമാം ഗതിം പ്രാപ്നോതി യക്ഷന്തിനതം കലൗജനാഹ പുംസാം കലികൃതാൻ ദോഷാൻ ദ്രവ്യദേശാത്മസംഭവാൻ സർവാൻ ഹരിതി ചിത്തസ്ഥോ ഭഗവാൻ പുരുഷോത്തമം. ആ നാമധേയം ഉറക്ക ജപിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ജപിക്കുന്നത് കൊണ്ട് എല്ലാ ആപത്തുകളെയും ഇല്ലാതെയാക്കും. ഭഗവാൻ ജന്മായുധാശുഭം, എന്താ അശുഭമുണ്ടെങ്കിലും ഇല്ലാതെയാക്കിക്കോളും. ഇത് വെറുതെ ആചാര്യന്മാര് പറയല് മാത്രമല്ല, ഇന്നും അനുഭവസ്ഥര് ധാരാളമുണ്ട്. ഏതെല്ലാം ആപത്തുകൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നത്
ഞാൻ നാമം ജപിച്ചിട്ടാണ് കേട്ടോ എന്ന് പറയാനുള്ള ധൈര്യം. അവനവന്റെ ഗുരു ഏതാ? അവനവന്റെ അനുഭവമാണ്. അങ്ങനെയുള്ള എത്രയോ ആൾക്കാരെ നമ്മുടെ ചുറ്റും ഇന്നും ജീവിക്കുന്നുണ്ട്. ദിനോതി ഭഗവാൻ ജന്മ ദുർവർണം സന്നിധാവിയം യോഗിന അഭാഷ്യം വിദ്യാതമപ്രാണ നിരോധ മൈത്രീ തീർത്ഥാഭിഷേക പ്രദാനോജീഹി നാദ്യന്തശുദ്ധിം ലഭവേന്തരാത്മാ സാക്ഷിസ്ഥേ ഭഗവത്യനന്ദേ തസ്മാൽ സർവാത്മനാരാജൻ പ്രതിഷ്ഠ ഗുരു കേശവം. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ച് ഭഗവാന്റെ നാമം ജപിക്കുക. പ്രിയമാണോ പരാങ്കതി. അവർക്ക് എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഐശ്വര്യവും മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനോടുകൂടി ചേരാനുള്ള ആ യോഗ്യതയും ഉണ്ടാക്കി. മൃഗമാണേരഭിത്യേയോ ഭഗവാൻ പരമേശ്വര ആത്മഭാവം മയത്യങ്ക സർവാത്മാ സർവസംശയ ഹരേർദോഷനിധി രാജന്നസ്തി കേവോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ പരമ്പരയിൽ. ആ ഭഗവാന്റെ നാമം കൃഷ്ണനാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാം രക്ഷപ്പെടും. ഹൃദയം ധ്യായതോ വിഷ്ണു. കൃതയുഗത്തിലെ ഭഗവാനെ ധ്യാനിക്കുക. ത്രേതായം യജതേ മഹൈ. ത്രേതായുഗത്തിലെ ഭഗവാനെ യജ്ഞാദികളെ കൊണ്ട് യാഗങ്ങളെ കൊണ്ട് ആരാധിക്കുക. ദ്വാപരേ പരിചര്യായം. ദ്വാപരത്തില് പൂജാതി കർമ്മങ്ങളെ മറ്റൊക്കെ ചെയ്ത് പരിചര്യ ചെയ്യാം. കലോ തത് ഹരികീർത്തനാൽ. കലിയുഗത്തില് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്നത് ഹരിയുടെ കീർത്തനം, നാമജപം മാത്രമാണ്. എത്രയോ പ്രാവശ്യം രാജാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്തിനാ? ആ 4 അക്ഷരം നാരായണ എന്നുള്ള 4 അക്ഷരം, അതിന്റെ പവർ, എനർജി എത്രയാണെന്ന് ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പഴയ കാലത്തുള്ള മഹർഷിമാര് കണ്ടെത്തിയിട്ടില്ല. ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആധുനിക ശാസ്ത്രം അതിനെ സമ്മതിക്കും. ശബ്ദം എനർജിയാണ്. അപ്പൊ അതുകൊണ്ടവരൊക്കെ ഈ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായുള്ള ഊർജം ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ ഫലം അത് നൽകുകയും ചെയ്യും. ആരാണോ ജപിച്ച് അവർക്ക് അതിന്റെ ഫലവും കിട്ടും. ഇതാണ് പറയേണ്ടത്. സർവത്ര ഗോവിന്ദനാമ കാലസ്ഥേ പെരുമാൺവാദ്യർദ്വിപരാർദ്ധാവധിർനൃപ കഥിതോ യുഗമാനം ച ശൃണുകൽപ്പലയാവപി ചതുർയുഗസഹസ്രം ച ബ്രഹ്മണോ ദിനമുച്യതേ സകൽപ്പോ യത്ര മനവശ്ചതുർദശ വിശാംപതേ തദന്തേ പ്രളയാസ്താവൻ ഭ്രാമ്യരാത്രിദാഹൃത ത്രയോ ലോകായിമേ തത്ര കൽപ്പന്തേ പ്രളയായ ഹി ഏഷ നൈമിത്തിക പ്രോക്ത പ്രളയോ യത്ര വിശ്വസൃത് സേനേനന്ദാസനോ വിശ്വമാത്മസാൽ പ്രത്യചാത്മഭൂ ദിവരാർത്ഥേ തുതിക്രാന്തേ ബ്രഹ്മണ പരമേഷ്ഠിന തദാ പ്രകൃതയ സപ്തകൽപ്പന്തേ പ്രളയായ വൈ ഏഷ പ്രാകൃതികോ രാജൻ പ്രളയോ യത്ര ലീയതേ ആണ്ഡകോശസ്തു സംഘാതോ വിഘാതപ്രസാദിതേ പർജന്യശതവർഷാണി ഭൂമൗ രാജന്ന വർഷതി തദാ നിരന്നേഹ്യന്യോന്യം ഭക്ഷമാണാ കൃതാർദ്ധിതാ ക്ഷയം യാസ്യന്തി ശനകേ കാലേനോപദ്രുതാ പ്രജാ സാമുദ്രം ദൈഹികം ഭൗമം രസം സാമർത്തകോ രവി രശ്മിഭിः പിബതേ ഘോരൈ സർവം നൈവ വിമുഞ്ചതി തതസ്സാമർത്തകോ വന്നി സംഘർഷണമുഖോത്ഥിത ദഹത്യനിലമേകോർത്ഥശൂന്യാൻ ഭൂവിവരാനഥ ഉപര്യഥ സമന്താക്ഷ ശിഖാഭിർവന്യസൂര്യോ ദഹ്യമാനം വിഭാത്യണ്ടം ദഗ്ധഗോമയപിണ്ഡവൽ തതപ്രചണ്ഡപമനോ വർഷാണാമധികം ശതം പരസാമർത്തകോ വാദി ധൂമ്രം ഖം രജസാവൃതം തതോ മേഘകുലാന്യംഗ ചിത്രവർണ്ണാന്യനേകശ ശതം വർഷാണി വർഷന്തി നദന്തിരിപസസ്വനി ത ഏകോദകം വിശ്വം ബ്രഹ്മാണ്ഡ വിവരാന്തരം തഥാ ഭൂമേർഗന്ധഗുണം ഗ്രസന്ധ്യാപ ഉദപ്ലവേ ഗ്രസ്തഗന്ധാതു പൃഥിവീ പ്രയത്വായ കൽപ്പതേ അപാന്തസമധോർത്തേജസ്താലീയന്തേത നീരസാ ഗ്രസതേ തേജസോ രൂപം വായുസ്തരഹിതം തദാ ലീയതേ ചാനിലേ തേജോ വായോഖം ഗ്രസതേ ഗുണം സമേ വിശദിഖം രാജം സത്രശ്ച തതശ്ച നഭസോ ഗുണം ശബ്ദം ഗ്രസതി ഭൂതാദം നഭസ്തമനുലീയതേ തൈജസ്യേന്ദ്രിയാണ്യംഗ ദേവാൻ വൈകാരികോ ഗുണൈ മഹാൻ ഗ്രസത്യഹങ്കാരം ഗുണാസത്വാദേഷ്ടതം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചോദിതം നതസ്യ കാലാവയവൈ പരിണാമാദയോ ഗുണാഃ അനാദ്യനന്തം അവ്യക്തം നിത്യം കാരണമവ്യയം ന യത്ര വാചോ ന മനോ ന സത്വം
തമോരജോ വാ മഹദാദയോ മേ ന പ്രാണബുദ്ധീന്ദ്രിയ ദേവതാവ ന സന്നിവേശ ഖലു ലോകകൽപ ന സ്വപ്ന ജാഗ്രൻ ന ച തൽ സുഷുപ്തം നഖം ജലം ഭൂരനിലോക്നിരർക്ക സംസുപ്തവച്ഛൂന്യവദ പ്രതർക്യം തന്മൂലഭൂതം പദമാമനന്തി ലയപ്രാകൃതികോ ഹ്യേഷ പുരുഷാ വ്യക്തയോർയദാ ശക്തയ സംപ്രലീയന്തേ വിവശാ കാലവിദ്രുതാഃ ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതിതദാശ്രയം ദൃശ്യത്വാം വ്യതിരേകാഭ്യാം ആദ്യന്തപദവസ്തുയൽ ദീപശ്ചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേൽ ഏവം ധീഖാനി മാത്രാശ്ച ന സ്യുരന്യതമാധൃതാൽ ബുദ്ധേർജാഗരണം സ്വപ്ന സുഷുപ്തിരിതി ചോപ്യതേ മായാമാത്രമിദം രാജൻ നാനാത്വം പ്രത്യേകാത്മനി യഥാ ജലധരാവ്യോനി ഭവന്തി ന ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വം അവയവ്യുദയാ അപ്യയാൽ സത്യം ഹ്യവേവ പ്രോക്ത സർവാവയവിനാമിഹ വിനാർത്ഥേന പ്രതീയേരൻ പടസ്യേവാംഗതന്തവ യൽ സാമാന്യ വിശേഷാഭ്യാം ഉപലഭ്യേത സഭ്രമ അന്യോന്യ അപാശ്രയൽ സർവം ആദ്യന്തവദവസ്തുയൽ വികാരഖ്യായമാനോ വിപത്യകാത്മാനമന്തര ന നിരൂപ്യോസ്ത്യണുരഭി സ്യാച്ചേച്ചിൽ സമ ആത്മവൽ നഹി സത്യസ്യ നാനാത്വം അവിദ്വാൻ യതി മന്യതേ നാനാത്വം ഛിദ്രയോർ യദ്വജ്യോതിഷോർമാതയോരിവ യഥാ ഹിരണ്യം ബഹുധാ സമീയതേ നിർഭിക്രിയാഭിർവ്യവഹാരവത്മസു ഏവം വചോഭിർഭഗവാൻ അധോക്ഷജോ വ്യാഖ്യായതേ ലൗകികവൈദികൈർജനൈ യഥാ ഖനോർക്ക പ്രഭവോർക്കദർശിതോ ഹ്യർക്കാംശുഭൂതസ്യ ചക്ഷുഷസ്തമ ഏവം ത്വഹം ബ്രഹ്മഗുണസ്തദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മന ആത്മബന്ധന ഘനോ യഥാർത്ഥ പ്രഭവോ വിലീര്യതേ ചക്ഷുസ്വരൂപം രവിമീക്ഷതേ തദാ യഥാഹങ്കാര ഉപാധിരാത്മനോ ജിജ്ഞാസയാ നശ്യതി തർക്യനുസ്മരിൽ യദൈവമേതേന വിവേകഹേതിനാ മായാമയാഹങ്കര ആത്മബന്ധനം ചിദ്വാച്യുതാത്മാനുഭവോപതിഷ്ഠതേ തമാഹുരാത്യന്തികമംഗസംപ്ലവം നിത്യദാ സർവഭൂതാനാം ബ്രഹ്മാദീനാം പരന്തവ ഉത്പത്തി പ്രളയാവേഗേ സൂക്ഷ്മജ്ഞാ സംപ്രചക്ഷതേ കാലസ്രോതോ ജവേനാശു ക്രിയമാണസ്യ നിത്യത പരിണാമിനാമവസ്ഥാസ്താ ജന്മപ്രളയഹേതവ അനാദ്യന്തവദാനേന കാലേന ഈശ്വരമൂർത്തിന അവസ്ഥാ നൈവ ദൃശ്യന്തേ വിയതിച്യോ ദിശാമിവ നിത്യോ നൈമിത്തികശ്ചൈവ തഥാ പ്രാകൃതികോലയ ആത്യന്തികശ്ച കഥിത കാലസ്യ ഗതിരീദൃശീ ഏതാ കുരു ശ്രേഷ്ഠ ജഗദ്വിധാതു നാരായണസ്യാഖില സത്വധാംന ലീലാകഥാസ്തേ കഥിതാ സമാസദ കാസ്യേന നാജോപ്യഭിധാതുമീശ സംസാര സിന്ധുമതിദുസ്തരമുക്തിരീശ്വോ നാന്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥാരസനിഷേവണമന്തരേണ പുംസോ ഭവിൽ വിവിധ ദുഃഖദവാദിതസ്യ പുരാണ സംഹിതാമേതാക്ഷർനാരായണോപേയ നാരദായ പുരാപാക കൃഷ്ണദ്വൈപായനായ ച സ വൈ മഹ്യം മഹാരാജ ഭഗവാൻ ബാദരായണ ഇമാം ഭാഗവതീം പ്രീത സംഹിതാം വേദ സംഹിതാം ഏതാം വക്ഷ്യത്യസൗ സൂത ഋഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ ഗുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിഭിः ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശ സ്കന്ധേ ചതുർത്ഥധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കക്കാട്ടൂർ ശ്രീലകം തന്നിൽ വാഴും വിഘ്നേശ്വര കാത്തരുളിടേണം. വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടണേ. അച്ചിന്റെ വന്നോടിടണം. മലരും കവിയും കദളിപ്പഴം ശർക്കരയും ഒറ്റപ്പം
മുപ്പത്തി മുക്കോടി ദേവകൾ
ഞാനിതാ കമ്പിരുന്നേ ഞാനിതാ കമ്പിരുന്നേ